Hi guys, welcome back to my channel. So this is the resort that we stayed. Resortinte പേര് Lakeview Resort എന്നാണ് and the view from this resort is amazing. As you can see for yourself. ഒരുപാട് നല്ല രീതിയിൽ ഇവർ ഈ റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ദ വ്യൂ ഇസ് അമേസിങ്. ഈ ഹൈഡ്രാഞ്ചിയൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഞങ്ങൾ ഊട്ടിയിലേക്ക് വന്നതിനൊരു പേർപ്പസും കൂടി ഉണ്ട് കേട്ടോ. അതായത് മമ്മ സ്കൂളിങ് ഫുള്ള് ചെയ്തത് നാസ്രത്ത് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ അവിടെ 150 ഇയേഴ്സ് ആയതിൻ്റെ സെലിബ്രേഷൻസ് നടക്കുകയാണ്. അപ്പോൾ അതിനാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. Mummy in her old memories. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇത് സ്കൂളിൻ്റെ തന്നെ ചാപ്പലാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. Bella does a hymn song and down news and now thought for the day. Build the wall then. And then we'll have when you have but there used to be a big piano over here actually. The Iranians used to take singing classes and we'll all stand here. ഇതൊന്നും മാറ്റി വന്നിട്ടില്ല അല്ലേ? സോ കണ്ടില്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മ. ആഫ്റ്റർ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്കെല്ലാം ഇങ്ങനെ കാണിച്ചു തരാണ്. പിന്നില്ലേ, ഈ ക്യാമ്പസും അതിൻ്റെ പ്രെമിസസും നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കുറേ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ഒരു ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഓൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വുഡും അതുപോലെ അങ്ങനത്തെ പഴയ സാധനങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യിക്കണ ഒരു പ്ലേസാണിത് ശരിക്കും. This is the pink dormitory. Dormitories in the yellow dormitory, green and pink. This is the pink dormitory. Everything will be pink color. ഇവിടെയൊക്കെ എത്ര ക്ലാസ്സിലെ പിള്ളേരാ? ഇതൊന്നും നല്ല അഞ്ചും 8ാം ക്ലാസ് ഓരോ ഡോൾസ് ഒക്കെ. രസമുണ്ട്, സോ ക്യൂട്ട്. പിന്നെ ഈ ബ്രിട്ടീഷ് സ്കൂൾസിൽ ബോർഡേഴ്സ് താമസിക്കുന്നത് ഇങ്ങനത്തെ ഡോമെട്രീസിലായിരിക്കും കേട്ടോ. അത് ഇതുപോലെ പിങ്ക് ആൻഡ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോമെട്രീസ് ഉണ്ടാവും. അതുപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിനും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അറിയാലോ, സിസ്റ്റർമാരുടെ നിന്നൊക്കെ നല്ല ചീത്ത കേൾക്കും. നല്ല അച്ഛണ്ട് അല്ലേ? Now keep in touch after this, okay? Sure, yeah. I see you in your photos and all that. So busy. No, simply if I go for a drive also, I'll click some pictures and I'll put it. Because after I be. ഇവിടെ ഒരു ഗ്രൗണ്ട് ആക്കി. അത് ശരി. ഏത് ഇവിടെ ഗ്രൗണ്ട് ആക്കിയ പാർക്കിംഗ് ഒക്കെ. ഈ വുഡ്സിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കിടക്കുക? ഇതിങ്ങനെ നടക്കന്നെ അല്ല, ഇത് മരം കുടിച്ചിരുന്നു. ഇവിടെ എന്തായിരുന്നു? നല്ല വലിയ ഫാമായിരുന്നു. നടന്ന വഴിയെല്ലാം കാണാനായിരുന്നു. നമ്മൾ നടന്നില്ലേ? ഏത് ഓർ ബസാർ ഷൈനെ കണ്ടിട്ട് അങ്ങോട്ട് നടന്നില്ലേ?
അത് സ്റ്റീഫൻ ചർച്ച് ആ കാണുന്നത്. ഓ നല്ല വ്യൂ അല്ലേ. ഇതല്ലേ ഈ റെഡ് കളർ Good morning, Nazarenes. It's not enough. Faced the joy in my feet. I would phenomenal. സോ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ഇതുപോലൊരു ഗെയിം സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതല്ല ഇത് ലക്ക ഓ മൈ ഗോഡ്. 12 ഒരു first prize winner of this game. So with lots of cherished memories for a lifetime, ലാസ്റ്റ് ഗുഡ് ബൈ പറയേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ ഷീ ഈസ് ലുക്കിംഗ് വൺസ് അഗെയിൻ അറ്റ് ഹെർ അൽമ മാറ്റർ. ബായ് പറ. ബായ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാ പോണേ. കുന്നിന്റെ പോലത്തെ കുന്ന് അവിടെ ഉണ്ട്. പക്ഷേ ഇതന്നെ ഗൈസ് ഇതാണ് മമ്മി മത്സരിച്ച് ഓടിയപ്പോൾ. മമ്മി വേറൊരു കുട്ടിയുമായി സ്ഥിരം മത്സരമായിരുന്നു. ഈ കുന്ന് ഫസ്റ്റ് ആരെടുക്കും എന്നുള്ളത് അറിയാം. ആ അതിൻ്റെ പിന്നാലെ മമ്മി ഓടും. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസും ഒരുപാട് നല്ല എക്സ്പീരിയൻസസുമായിട്ട് ഊട്ടി യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് ദിവസമുള്ളായിരുന്നെങ്കിലും ഇറ്റ് വാസ് എ ഫൺ ഫിൽഡ് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി മമ്മയുടെ ഓൾഡ് സ്കൂൾ വിസിറ്റ് ചെയ്തതൊക്കെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സ് തന്നെയായിരുന്നു. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ഇനിയും ഇങ്ങനത്തെ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ ആൻഡ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ താങ്ക് യു. ബൈ.